ജൂൺ 21 ഇൻ്റർനാഷണൽ മോട്ടോർ സൈക്കിൾ ഡേ ആണ്. ഈ പ്രത്യേക ദിനത്തിൽ ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്രത്യേക സീരീസ് സ്റ്റാർട്ട് ചെയ്യണേ. ഈ വീഡിയോ എല്ലാ ബുള്ളറ്റ് ആരാധകർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വാഹനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, അത് റോയൽ എൻഫീൽഡ് എന്ന ബുള്ളറ്റ് 350 ആണ്. അത് ഇന്നും ഒരു രാജാവായിട്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 1901 ഇംഗ്ലണ്ടിൽ റെഡിച്ച് എന്നൊരു സ്ഥലത്താണ് റോയൽ എൻഫീൽഡ് നിർമ്മിച്ചു തുടങ്ങിയത്. ഇത് ഏറ്റവും കൂടുതൽ കാലം പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പോഴിത് ലോകത്തിൽ തന്നെ മോട്ടോർ സൈക്കിൾ ബ്രാൻഡിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. 1949 മുതലാണ് റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ വിൽക്കാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. പിന്നീട് മദ്രാസ് മോട്ടോഴ്സുമായിട്ട് സഹകരിച്ചിട്ട് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. 1977 ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് UK-യിലേക്കും യൂറോപ്പിലേക്കും 350 ബുള്ളറ്റ് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അത്രയും നല്ല രീതിയിൽ ഇത് മദ്രാസിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് പിന്നീട് അറിയണത്. റോയൽ എൻഫീൽഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മേജർ ഫ്രാങ്ക് വാക്കർ സ്മിത്ത് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. റോയൽ എൻഫീൽഡ് 350 അത് ഒരു ദൈവം കണ്ടെത്തിയ ഒരു വാഹനമാണെന്നും ഇന്ത്യയിൽ ഗ്രാമങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഓടിപ്പോവും, അതുപോലെ തന്നെ കൽക്കത്ത, ബോംബെ, ഹിമാലയം വരെ ഈ വണ്ടി ഒരിക്കൽ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ അത് സാധാരണമാണ്, നമുക്ക് കാണാവുന്നതാണ്. സ്ത്രീകൾ വരെ ഇപ്പോൾ ബുള്ളറ്റ് ഓടിച്ചിട്ട് പോണതാണ്. അപ്പോൾ അയാളുടെ വാക്ക് അത് ശരിക്കായെന്നുള്ളതാണ്. ഈ ബുള്ളറ്റ് 350ക്ക് വളരെയധികം പ്രത്യേകതയുള്ളൊരു വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ഗിയർ വന്നിട്ട് റൈറ്റ് സൈഡിലും ബ്രേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലുമാണ്. സാധാരണ മറ്റുള്ള വാഹനങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു 200 കിലോക്ക് മേലെ വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ഇതിൻ്റെ ടാങ്ക്, പിന്നെ ഇതിൽ ഓടിക്കുമ്പോഴുള്ള ഒരു ഫീല്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പോൾ ഈ ബുള്ളറ്റ് ഒരു കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഭാര്യനെ പോലെ, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ കൊണ്ട് നടക്കണ കുറേയധികം ആൾക്കാരെ എനിക്കറിയാം. ഞാനപ്പോൾ പുതിയൊരാളെ നിങ്ങളെ പരിചയപ്പെടുത്തണേ. യെസ്, പേരെന്താ പറയാമോ? എൻ്റെ പേര് സ്പാർക്ക് ഡേവിഡ്. ഓക്കെ, സ്പാർക്ക്. ഓ, ആ പേരിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പേരാരാ കണ്ടുപിടിച്ചത്? ഈ പേര് എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ജനനം കാശ്മീരിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ പേര് അപ്പൻ ഇടാൻ വേണ്ടി തപ്പി നടക്കുമ്പോൾ അവിടുത്തെ മേജറാൻ പറഞ്ഞത് ഇവന് സ്പാർക്ക് എന്ന് ഇടാൻ പറഞ്ഞു. ഓ, അങ്ങനെയാണ് സ്പാർക്കെന്നും അപ്പൻ്റെ പേര് ഡേവിഡ് എന്നും കൂടി ഇടുന്നത്. സ്പാർക്ക് ഡേവിഡ് എന്ന് അങ്ങനെ വന്നത്. എന്തായാലും ഒരു വ്യത്യാസമുള്ള പേരാണ്. ഞാൻ ഇതുവരെ ഈ പേര് ഞാൻ വേറെ ആരിലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ. ഓക്കെ. ഇപ്പോൾ ഈ 3 ബുള്ളറ്റ് നിങ്ങളുടെ അല്ലേ? ഈ 3 ബുള്ളറ്റ് നിങ്ങളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? നിങ്ങളത് എവിടെ നിന്നാണ് കണ്ടെത്തിയെന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മളോട് പറയാമോ? 1977 കാലഘട്ടത്തിനകത്ത് കരാത്തേൽ ചേരണം. ഓ, കരാട്ടെ. അത് മലേഷ്യക്കാരൻ കുപ്പുസ്വാമി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ അടുത്താണ് ചേരുന്നത്. എറണാകുളത്ത് CS-ൽ കരാട്ടയ്ക്ക് ചേർന്നു. അപ്പോൾ അദ്ദേഹം ഒരു അടിപൊളി ബുള്ളറ്റായിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ കണ്ടത് കൊതിച്ചിങ്ങനെ നിൽക്കും. അത് TMP7 തമിഴ്നാട് വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാണ്ട് വണ്ടി ഇങ്ങനെ പ്ലെയിനായിട്ട്. അദ്ദേഹം വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് അതിനകത്ത് കയറി പോകാനായിട്ടൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഞാനിത് കൊള്ളാമല്ല എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ജനിച്ചു. അതിനുശേഷമാണ് എടുത്തു പറയാം, മിൽട്ടൻ്റെ മൂത്ത ചേട്ടൻ ജോർജ് ചേട്ടൻ എന്നോട് പറഞ്ഞ് ബുള്ളറ്റിൽ കയറാൻ പറഞ്ഞു. പുള്ളി ഒരു ബുള്ളറ്റായിട്ട് വന്നേക്കാണ്. ചേട്ടൻ്റെ പണ്ട് ഉണ്ടായിരുന്നു ബുള്ളറ്റ്. ഓക്കെ, അത് ഒറിജിനൽ റോയൽ എൻഫീൽഡ് ബാറ്ററി വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യണം, അത് ഡൈനാമോ ഉള്ളതാണ്. അങ്ങനെ ഞാൻ ആ വണ്ടി കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു ഇതാണ്. അത് ഇംഗ്ലീഷ് വണ്ടിയാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഒരു സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയാണ്. അങ്ങനെ അതിനകത്ത് കയറിയാൻ കൊച്ചി വരെ എന്നെ കൊണ്ട് പോയിട്ട് തിരിച്ച് ഞങ്ങൾ എറണാകുളത്ത് വന്ന് അങ്ങനെ പിരിയാണ്. അപ്പോൾ അന്ന് ഞാൻ
ഞാൻ തീരുമാനിച്ചു ഒരു ബുള്ളറ്റ് അങ്ങനെ എടുക്കണം എന്ന് മനസ്സിലായി. ഒരു 1983 ആയപ്പോഴേക്കും ഞാൻ ബുള്ളറ്റ് എടുത്ത്. ഓക്കെ. അത് എവിടെ നിന്നാണ് നിങ്ങൾ അത് സംഘടിപ്പിച്ചത്? ഞാൻ എടുത്തത് ഫാദർ അപ്പോഴേക്കും റിട്ടയർഡായി. ഫാദർ ആർമിയിലായിരുന്നു. അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു ബുള്ളറ്റ് വേണം. ഓക്കെ. അങ്ങനെ ഞാൻ ഫാദറെ വിളിച്ച് കാക്കനാട് സോൾജേഴ്സ് ബോർഡിൽ ചെന്ന് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എഴുതി അയച്ച് കൽക്കട്ട പന്നഗറി ചെന്നിട്ടാണ് ബുള്ളറ്റ് എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് ബുള്ളറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവരണം. പച്ച കളറായിരുന്നു. പിന്നെ അതിനകത്താണ് എൻ്റെ സഞ്ചാരം മുഴുവൻ. ഞാൻ അതിനകത്ത് കരാട്ടെ ക്ലാസ് എടുക്കാൻ പോകുന്നതും എനിക്കൊരു 14 വർഷം എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്നു, റീബോറിംഗ് കമ്പനിയിൽ റപ്പാണ്. അതിനകത്ത് ഞാനും ബുള്ളറ്റ് തന്നെയാണ്. ബുള്ളറ്റ് ഉള്ളതിൻ്റെ പേരിലാണ് എനിക്ക് അങ്ങനെ ജോലി കിട്ടിയത്. അപ്പോൾ കുറേ യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചത്. എനിക്ക് വണ്ടി ബുള്ളറ്റിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല. ബുള്ളറ്റിൽ കയറി ഇരുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇറങ്ങാൻ തോന്നൂല. ബുള്ളറ്റ് നമ്മളെ കൊണ്ട് പോകുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം മറ്റുള്ള വാഹനങ്ങൾ നമ്മൾ ഓടിക്കണം, പക്ഷേ ബുള്ളറ്റ് കയറി ഇരുന്നാൽ ബുള്ളറ്റ് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ ടെസ്ലയുടെ ഡ്രൈവറില്ല കാറ് പോലെയാണ് ബുള്ളറ്റ് എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഒരു ആത്മബന്ധമാണ് നമുക്ക് ബുള്ളറ്റായിട്ടുള്ള ഈ ഏതൊരാൾക്കും ബുള്ളറ്റ് ഓടിക്കണ ആളെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വണ്ടി വെച്ച് നോക്കിയാലും ബുള്ളറ്റിലുള്ള യാത്ര ഒരു രാജകീയ ഒരു പദവിയിലാണ് അതിൻ്റെ പോക്ക്. എല്ലാവരും ശ്രദ്ധിക്കും. അത് ആ കാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ 1953 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബുള്ളറ്റ് എല്ലാവർക്കും ഇല്ല, വളരെ റയറാണ്. അപ്പോൾ ഈ വൈപ്പിങ്ങരെ തന്നെ 4-5 പേരുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഓടിക്കുന്നതിൽ ഒരു പയ്യനായിട്ട് ഞാനാണ് അന്ന് ഓടിക്കുന്നത്. പലരും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ആ വണ്ടി ഞാൻ ഒരു 10-15 വർഷത്തോളം ഉപയോഗിച്ച് വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ആ വണ്ടിയുടെ സുഖം പിന്നെ കിട്ടില്ല. അതൊക്കെ ഒറിജിനൽ റോയൽ എൻഫീൽഡ് തന്നെയായിരുന്നു. 350 അതിൻ്റെ റിമ്മയിലൊക്കെ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഡൺലപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി കിട്ടുന്ന വണ്ടിയെല്ലാം അങ്ങനത്തെയാണെന്ന് വിചാരിച്ച്. പക്ഷെ പിന്നത്തെ വണ്ടിക്കൊന്നും ആ സുഖം കിട്ടിയിട്ടില്ല. ക്രാങ്ക് വെയിറ്റ് ഉണ്ട് വണ്ടി. അതാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്ന വണ്ടികളൊക്കെ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ട് പുള്ളിങ് കൂട്ടാൻ വേണ്ടി ക്രാങ്ക് വെയിറ്റ് കുറച്ച്. പിന്നെയാണ് കമ്പനി 2004 ശേഷം അന്ന് മുതൽ 2010 വരെ ക്രാങ്ക് വെയിറ്റ് കൂട്ടി വണ്ടി ഇറക്കി. അങ്ങനത്തെ വണ്ടി എടുക്കണമെന്ന് ഒരു ആഗ്രഹം വന്ന് അങ്ങനെയാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ 2010 വണ്ടി നോക്കി നടന്ന് കിട്ടാൻ ഈ അടുത്ത് ഞാൻ 2 വർഷമായിട്ടുണ്ട്. 2006 മോഡൽ വണ്ടി. എന്നിരുന്നാലും എനിക്ക് രണ്ടാഗ്രഹമുള്ളത്, എൻ്റെ പഴയ വണ്ടി KF 1652 ആ വണ്ടി എനിക്ക് കിട്ടുകയാണെങ്കിൽ എത്ര രൂപ കൊടുത്താലും എനിക്കത് വാങ്ങിക്കണമെന്നുണ്ട്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള 1955 മോഡൽ ഒരു വണ്ടി കിട്ടിയാൽ നല്ല വില കൊടുത്താലും എനിക്കത് എടുത്ത് സൂക്ഷിച്ച് വെക്കാനാണ്. മേടിക്കും ഞാനത്. അതാണ് ഇനി എൻ്റെ അടുത്ത ആഗ്രഹം. പിന്നെ ഇത് പെട്രോളാണ്, ഇത് ഡീസലാണ്. അത് ഡീസൽ വണ്ടിയാണല്ലേ? ഇത് ഡീസലാണ്. ഓക്കെ. ഇത് ഈ കളർ നിങ്ങൾ അടിച്ചതാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ അടുപ്പിച്ചതാണല്ലേ? ഓക്കെ. ഈ സാധനമൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യിച്ചാണ് എല്ലാം. ഇതൊക്കെ എവിടെ? ഇത് ആലുവയിൽ ചെയ്തതാണല്ലേ? ഓക്കെ. എന്തായാലും ഇത് ഇത്രയും നല്ല മനോഹരമായിട്ട് നിങ്ങളത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഒരു വണ്ടിയല്ല, 3 വണ്ടിയും ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മക്കളെ പോലെ ഞാനത് സൂക്ഷിക്കുന്നത്. കാണുമ്പോൾ അറിയാം. എന്നെ വണ്ടി ഇത്തരം 43 വർഷത്തിന് മുകളിലാണ് ഞാൻ ബുള്ളറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നെ ഇന്നേ വരെ വണ്ടി ചതിച്ചിട്ടില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ പല രീതിയിലുള്ള വാഹനാപകടങ്ങളുണ്ടെങ്കിലും ബുള്ളറ്റ് ഒരു ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കും റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയണതേ, ഇപ്പോൾ ഈ വണ്ടി ഓടിക്കണത് ഒരു പക്വതയുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ. ഏതാണ്ട് ഒരു 35-40 റേഞ്ച് ഏജ് ആകുമ്പോഴൊക്കെയാണ് ഈ വണ്ടി നമ്മുടെ കയ്യിൽ വരികയും ചെയ്യണത്, കണ്ടെത്തുകയും ചെയ്യണത്. അപ്പോൾ ഈ വണ്ടി പോണത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4th ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ 20-30 സുഖമായിട്ട് ഓടിച്ചിട്ട് പോകാൻ പറ്റും. മറ്റേ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ ഇടിച്ചിട്ട് പ്രശ്നമാകും. അപ്പോൾ
ഈ വണ്ടിയുടെ പ്രത്യേകത 20-30 ഇത് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇഞ്ചിൻ്റെ സൗണ്ട്, ആ തക് 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 എന്നുള്ള ആ ഒരു സൗണ്ട്, അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടേക്കുന്നത്. വണ്ടി ഓടിച്ചാൽ നമ്മൾ ഓടിച്ചുകൊണ്ടേ പോകും. അപ്പോൾ അതാണ് ഈ ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീല്. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇത് മലയില അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഇതിന് നമുക്ക് 100% വിശ്വസിച്ച് കൂടെ കൂട്ടാവുന്നതാണ്. നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ സ്പാർക്കേ, നിങ്ങൾക്ക് ഈ 3 വണ്ടി ഉള്ളപ്പോൾ നിങ്ങൾ എന്തായാലും അത് വളരെ നന്നായിട്ട് നോക്കണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി ചെയ്യാനായിട്ട് നമുക്കൊരു മെക്കാനിക്ക് വേണ്ടി വരും. അത് നിങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു മെക്കാനിക്ക് ഉണ്ട. ഇപ്പോൾ സാധാരണ എല്ലാ ബുള്ളറ്റ് ഉപയോഗിക്കണ എനിക്കുൾപ്പെടെ ഒരാൾക്ക് തന്നെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് സ്പാർക്ക് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്പാർക്കിന് ഇതിൻ്റെ പണികളൊക്കെ അറിയാവോ? നല്ല മെക്കാനിക്കന്മാർ കുറവാണ്. പിന്നെ എനിക്ക് വിശ്വാസമുള്ളത് നമ്മുടെ വൈറ്റിലെ ഭാഗത്ത് ഒരു അരുണുണ്ട്, അതിലിപ്പോൾ ഐഷ റോഡ് ആ ഭാഗത്ത് വർക്ക്ഷോപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ചെയ്തത് അവിടെയാണ്. പിന്നെ ഹൈക്കോർട്ടിൽ ഇവിടെ റപ്യാശാനുണ്ട്. റപ്യാശാൻ നന്നായിട്ട് പണി. പിന്നെ കൊടുങ്ങല്ലൂർ കൊണ്ടുപോകും. ഇതിൻ്റെ പണികളൊക്കെ കൊടുങ്ങല്ലൂർ ദേവനാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ രാജീവൻ ആണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഡീസൽ വണ്ടിയൊക്കെ ഞാൻ ചെയ്യുന്നത്. ബാക്കി പെട്രോൾ വണ്ടിയെല്ലാം ഇങ്ങനെ അവരുടെ അടുത്ത് കൊടുക്കും. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ലോക്കലായിട്ട് അത്യാവശ്യം ഞാൻ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ വർഷമായി കാരണം അതാണ് കുറേ പണികൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും വർഷമായി ഇതിൻ്റെ പുറകെ കേബിൾ മാറ്റൽ അത് ഇതൊക്കെ ആയിട്ട് പഞ്ചർ പൊട്ടിക്കുക ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. സ്പാർക്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി. ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ പുള്ളി പറയുകയും ചെയ്ത്. അതുകൂടാതെ സ്പാർക്കിന് എനിക്ക് മനസ്സിലായത്തോളം പുള്ളി വളരെയധികം ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങേര് കരാട്ടെ നടത്തണമെന്ന് പറഞ്ഞല്ല. അപ്പോൾ കരാട്ടെ നിസ്സാരമല്ല, 1000-ൽ പരം കുട്ടികളെ ഇദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് സ്കൂളുകളിലും, അതേപോലെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് CSE, അങ്ങനെ പിന്നെ ഇവിടെ അടുത്തടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വളരെയധികം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മില്ലുണ്ട്. അത് വന്ന് പുള്ളി രാത്രി വരെ അത് ചെയ്യും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് സ്പാർക്ക് ഈ മദ്യപാനം എന്നുള്ള സാധനം തൊടൂല. അപ്പോൾ അതുകൂടാതെ പുള്ളിയുടെ സ്റ്റുഡൻസിനോട് മദ്യപാനം, ലഹരി മരുന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആൾക്കാരെ പുള്ളി പഠിപ്പിക്കുകയുള്ളു. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ പുള്ളി കുറച്ചുകൂടി നല്ലൊരു നന്മയും കൂടി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളിൽ നിന്ന് ഇത്രയും വിശേഷങ്ങൾ നമുക്ക് വാല്യൂ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പങ്കുവച്ച് വളരെയധികം നല്ലൊരു അവസരം തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഓക്കെ താങ്ക് യു. ഈ വീഡിയോയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടിട്ട് നമ്മളതൊരു സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞങ്ങളെ കൂടി ജോയിൻ ചെയ്യുന്നത് ബുള്ളറ്റ് ബെന്നി എന്നറിയപ്പെടുന്ന ബെൻഹറാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ റോയൽ എൻഫീൽഡ് ഉണ്ടെങ്കിൽ ഈ സീരീസിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.